വരൾച്ചയുടെ ദുരിതം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന നാഗപട്ടണം ജില്ലയിലെ കീഴ്വേലൂർ എന്ന ഗ്രാമമാണിത്. ആയിരക്കണക്കിന് ഏക്കറാണ് ഇവിടെ കൃഷി ചെയ്യാതെ വെറുതെ തരിച്ചിട്ടിരിക്കുന്നത്. ഇവിടെ കൃഷി നടന്നിട്ട് 2 വർഷമായി. 2 കർഷകർ ആത്മഹത്യ ചെയ്തത് ഈ ഗ്രാമത്തിലാണ്. കീഴ്വേലൂരിലെ ഇക്കണ്ട നിലങ്ങളിലൊന്നിൽ അരനൂറ്റാണ്ടിലധികം അധ്വാനിച്ച് ജീവിച്ചതാണ് കലൈപ്പെരുമാൾ എന്ന കർഷകൻ. കാവേരി വെള്ളമില്ല, മഴ പെയ്ത കാലം മറന്നു. എങ്കിലും ആറുകൾ വീണ്ടും നിറയുമെന്നും മഴ വരുമെന്നുമുള്ള പ്രതീക്ഷയിൽ കഴിഞ്ഞ വർഷവും വിത്തെറിഞ്ഞു. പക്ഷേ വിധി കൊയ്തെടുത്തത് ആ 67കാരൻ്റെ ജീവനാണ്. വിഷം കഴിച്ച് കരിഞ്ഞ പാടത്തിന് നടുവിൽ മരിച്ചു വീണു. വയലെ பார்த்துட்டு இந்த வயலுக்கு வந்தாங்க. வந்து சுற்றி பார்த்தாங்க. சரி மணி நேரம் ஆகிட்டேன்னு காணுவேன்னு நினச்சிக்கிட்டு என்ன செய்யுது, இந்த வருஷம் விளையினா வர வருஷம் விளையும், அதனால என்ன கவலைப்பட்டு என்ன பண்ண போகிறோம் அப்படின்னு சொல்லிட்டு தான் இருந்த மறுநாள் சொல்லிட்டு தான் இருந்தாங்க. வயலுக்கு வந்தவங்க தான் മറുപടിയും பார்க்கவும் முடியல, பேசவும் முடியல. അപ്പം നിന്നിട്ട് അങ്കേ. ആത്മഹത്യയെങ്കിൽ പോലീസിന്റെ നൂലാമാലകൾ. അതിനേക്കാൾ ഭയമാണ് പോസ്റ്റ്മോർട്ടം എന്ന ഏർപ്പാടിനോട്. മരിച്ച മനുഷ്യനെ വീണ്ടും കീറി മുറിക്കുന്നത് ഇവരുടെ വിശ്വാസത്തിന് എതിരാണ്. അതിനാൽ തളർന്നു വീണ് മരിച്ചെന്നാണ് ഇവർ പുറത്തു പറയുക. അതുകൊണ്ട് തന്നെ 66 കർഷക ആത്മഹത്യകൾ നടന്ന നാഗപട്ടണം ജില്ലയിൽ ആകെ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് 2 FIRകൾ മാത്രം. സർക്കാരാകട്ടെ കൂടുതൽ അന്വേഷണത്തിന് മെനക്കെടുന്നുമില്ല. അനിരുദ്ധൻ വെള്ളൂരിനൊപ്പം നാഗപട്ടണത്ത് നിന്ന് ജെ മുഹാജിർ, മീഡിയ 1.